ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടത്തോടെ പോകുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? നമ്മളധികം പേരും അങ്ങനെയുള്ളവരായിരിക്കും. അപ്പോൾ നമുക്ക് അറിയില്ലാത്തൊരു സ്ഥലത്തേക്കാണ് ഈ യാത്ര പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലൊക്കേഷൻ ഇട്ടിട്ട് പോകും, അല്ലേ? നമുക്ക് ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ അറിയില്ലാത്തൊരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ടായിരിക്കും പോവുക. ഈ ലൊക്കേഷൻ മാപ്പ് എന്നെ നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഗൂഗിൾ മാപ്പിനെയാണ്, അല്ലേ? ഈ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വിദേശ നിർമ്മിത ആപ്പാണ്. ഇത്തരത്തിൽ ഒരു വിദേശ നിർമ്മിത ആപ്പിന് ബദലായി ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ആപ്പുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. മാപ്പിൾസ് എന്നാണ് ഈ ഒരു ആപ്പിന് പറയുന്നത്. മാപ്പ് മൈ ഇന്ത്യ എന്ന കമ്പനി, എന്ന ഇന്ത്യൻ കമ്പനിയാണ് ഈ ഒരു ആപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തത്. ഇതൊരു സ്വദേശി ആപ്പാണ് എന്ന് പറയാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകതകൾ? കൃത്യമായ അതുപോലെ തന്നെ വിശദമായ വിവരം നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം ഇതൊരു ഇന്ത്യൻ നിർമ്മിത ആപ്പായതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ റോഡുകൾ, സ്ഥലങ്ങൾ, ഇടവഴികൾ, ചെറുവഴികൾ തുടങ്ങിയവയെക്കുറിച്ചിട്ടുള്ള കൃത്യമായ വിവരം ഈ ഒരു ആപ്പിലൂടെ നമുക്ക് ലഭിക്കും. മറ്റൊന്ന്, ഇതൊരു ഹൗസ് ലെവൽ സെർച്ച് ആപ്ലിക്കേഷനാണ്. അതായത് നമ്മളുടെ വീടിൻ്റെ വാതിക്കൽ വരെ എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ നാവിഗേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം 3D ജംഗ്ഷൻ വ്യൂ ആണ്. അതായത് ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം, ചില ഫ്ലൈ ഓവറുകളിൽ അല്ലെങ്കിൽ ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജംഗ്ഷനുകളിലൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഇത് എങ്ങോട്ടായിരിക്കും ഇനി പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിന് ആ ഒരു കൺഫ്യൂഷൻ മറികടക്കാനായിട്ട് ഇതൊരു 3D ഇമേജ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഏതിലേക്ക് കൂടിയാണ് പോകേണ്ടത്, നമ്മുടെ സ്ഥലം ഏതാണ്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇത് പറയുന്നത് മാപ്പിൾസ് പിന്നിനെ കുറിച്ചാണ്. അതായത് ഇതൊരു പ്രത്യേകതരം ഡിജിറ്റൽ അഡ്രസ് സിസ്റ്റമാണ്. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അഡ്രസ്സിനെയും ഇതൊരു 6 അക്ക കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനെയാണ് മാപ്പിൾസ് പിൻ എന്ന് പറയുന്നത്. ആ ഒരു മാപ്പിൾസ് പിൻ എന്ന് പറയുന്ന കോഡിലേക്കാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ ഷെയറിംഗ് ഒക്കെ വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്നുണ്ട്. പിന്നെ പറയുന്നത് റിയൽ ടൈം ഗ്രാഫിക്സ് ആൻഡ് സേഫ്റ്റി അലേർട്ടുകളാണ്. റോഡിലെ തിരക്ക്, യാത്രാ സമയം തുടങ്ങിയവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. റോഡിലെ കുഴികൾ, സ്പീഡ് ബ്രേക്കറുകൾ, അപകടകരമായ വളവുകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും ഇത് നൽകുന്നുണ്ട്. അടുത്തത്, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത ഒരു ആപ്ലിക്കേഷനാണെന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാദേശികമായ ഭാഷകളും ഇത് ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതൊരു തദ്ദേശീയമായ ആപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മളുടെ സ്വകാര്യത ഇത് വളരെയധികം കീപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് പലപ്പോഴും പല ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴും ഒരു ചെറിയൊരു പേടി ഉണ്ടാകും. പലപ്പോഴും പലതും ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ അലൗ ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ നമ്മളെ സ്വകാര്യത എത്രമാത്രം ഹനിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റാറില്ല പലപ്പോഴും. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ അത്തരത്തിലൊരു ഭയം വേണ്ട എന്നാണ് പറയുന്നത്. വളരെയധികം സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മാപ്പ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി വികസിപ്പിച്ചെടുത്ത മാപ്പിൾ എന്ന് പറയുന്ന ആപ്പ്.